ചാരുലത അവശേഷിപ്പിച്ച ഈ അശ്വവേദിയിലേക്ക് ഇനി എത്തുന്നത് കൊല്ലം ജില്ലയിൽ നിന്നെത്തിയ ഒരു യുവ എഞ്ചിനീയറാണ്. മികച്ച ഗായകൻ കൂടിയാണ് അയാൾ. നമസ്കാരം, എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. പഴയ അശ്വമേധത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. ഇപ്രാവശ്യം ഓഡീഷന് ചെന്ന് പ്രദീപ് സാറിനെ കാണാൻ പറ്റിയതും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയതും വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഈ കോമ്പറ്റീഷൻ്റെ എന്തെങ്കിലും ഒരു പ്രൈസ് മണി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലബ്ബുണ്ട്, വൈസ്മെൻ ക്ലബ്ബ് ഓഫ് കൊയിലോൺ മിഡ് ടൗൺ ആണ്. അവർ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവരുടെ ഫണ്ടിലേക്ക് വേണ്ടി ഞാൻ ഈ പ്രൈസ് മണി സംഭാവനയെ നൽകുന്നതാണ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഒരു പാട്ട് പാടുക, 2 വരി. കണ്ണേ കലൈമാനേ കന്നിമയിലന കണ്ടേനു നാനേ അന്തിപ്പകലുനെ நான் பார்க்கிறேன் ஆண்டவனே இதைத்தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ഓരാരിരോ. തന്ത്രം മനസ്സിലായി. നമ്മളെയൊക്കെ ഉറക്കി കാര്യം നടത്താനുള്ള പരിപാടിയാണ്. ഓൾ ദി ബെസ്റ്റ് സിദ്ധാർത്ഥ്. പക്ഷേ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ ഒരു പ്രയാസമുണ്ട്. സിദ്ധാർത്ഥിന്റെ അറിവിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അതിന്റെ ഒരു പാരാമീറ്ററാണ് യാഗം. യാഗഭൂമിയിലേക്ക് സിദ്ധാർത്ഥിനെ പ്രവേശിച്ചു. ഇന്നും ഞാൻ നിങ്ങൾക്ക് നേരുന്നു നല്ലൊരു ഉറക്കം, ഉണരാനാകട്ടെ ഊർജം നിറഞ്ഞ പുലരി. യാഗം. സിദ്ധാർത്ഥ്, ഓൾ ദ ബെസ്റ്റ്. ആ സ്ഫടികഗോളത്തിൽ നിന്നും ഒരു വിഷയമെടുക്കും. മാത്തമാറ്റിക്സ്. മിർ റിയൽട്ടേഴ്സിന് വേണ്ടി ഗണിതവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാചകം പറയും. ആ വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞാൽ. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സംഖ്യ 6 ആണ്. The smallest perfect number is 6. True or false? Yes, it is true. True. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണ് എന്ന് പറഞ്ഞപ്പോൾ മനോഹരമായി പാടിയ സിദ്ധാർത്ഥ് പറയുന്നു അത് ട്രൂ ആണ്. 0 ഒന്നും അല്ലേ? അല്ല. പെർഫെക്റ്റ് നമ്പർ എന്ന വാക്കിന്റെ അർത്ഥം ആ സംഖ്യയുടെ ഘടകങ്ങൾ, അതൊഴിച്ചുള്ള ഘടകങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ മാത്രമേ അതിനെ ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറയൂ. A perfect number is defined as a number, the factors of which other than the number is added to get the number itself. 6ന്റെ ഘടകങ്ങൾ 1, 2, 3 എന്നിവയാണ്. 1 + 2 + 3 is equal to 6. So 6 is the smallest perfect number. Congratulations, you have won 1000. Yes, സിദ്ധാർത്ഥ്. ബൗളിൽ നിന്ന് 2500 രൂപയുടെ വിഷയം, ഇഷ്ടമുള്ളൊരു വിഷയം തിരഞ്ഞെടുത്തു. വേർഡ്. കേട്ടില്ല? വാക്ക്. കേട്ടില്ല? വാക്ക്. കേട്ടില്ല? വാക്ക്. അത് വിഷയമല്ലേ? ഞാൻ പാട്ട് കേട്ടില്ലെന്നാ പറഞ്ഞത്. പാട്ട് എവിടെ സിദ്ധാർത്ഥ്? വേറൊരു 2 വരി, വളരെ ഫാസ്റ്റ് നമ്പർ വരട്ടെ. ഇളയ നില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை നനകിരതേ. ശരി, വിഷയം വാക്കായിരുന്നു. മിർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപയ്ക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കും, 2 ഉത്തരം നൽകും. സിൻസിയർ എന്ന വാക്ക് കൂടുതൽ കാണാൻ കഴിയുക ഞാൻ ഇപ്പോൾ പറയുന്ന 2 ഉൽപ്പന്നങ്ങളിൽ ഏത് ഉൽപ്പന്നത്തിലാണ് എന്നാണ് പറയുന്നത്. 1 ചോക്ലേറ്റ്സ്, മറ്റൊന്ന് ഫർണിച്ചർ. ഫർണിച്ചർ. ഫർണിച്ചർ ചുമ്മാ ഗസ് ചെയ്തതാണോ അതോ അതിന് കാരണം വല്ലതും? ഡൗട്ട് ഉണ്ടായിരുന്നു. Congratulations, Siddharth, you have won ₹2,500 from Merri. ആ സ്ഫടികഗോളത്തിൽ നിന്ന് ഈ 3-ാം റൗണ്ടിൽ 5,000 rupees വേണ്ടിയുള്ള വിഷയം തിരഞ്ഞെടുക്കും.
മെഡിക്കൽ സയൻസ്. വൈദ്യശാസ്ത്രമാണ് സിദ്ധാർത്ഥ് തെരഞ്ഞെടുത്ത വിഷയം. ഈ കടമ്പ കഴിഞ്ഞ് ഒരു കടമ്പ കൂടി കഴിഞ്ഞാൽ യജ്ഞഭൂമിയിലേക്ക് എത്താം. ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ സിദ്ധാർത്ഥിന് അവസരം ലഭിക്കും. ഓൾ ദ ബെസ്റ്റ്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, പൗരാണിക ഭാരതത്തിൽ തന്നെ മഹാന്മാരായ വൈദ്യശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. ആരാണ് ആദ്യമായി ശസ്ത്രക്രിയ ചെയ്ത വ്യക്തി? ഹു വാസ് ദ ഫസ്റ്റ് സർജൻ? ഒന്നാമത്തെ ഉത്തരം, 3 ഉത്തരങ്ങളാണ് ഇക്കുറി നൽകുന്നത്, അതിൽ നിന്ന് വേണം ശരി ഉത്തരം കണ്ടെത്താൻ. ഒന്നാമത്തെ ഉത്തരം ബ്രഹ്മഗുപ്തൻ, രണ്ടാമത്തേത് ചരകൻ, മൂന്നാമത്തേത് സുശ്രുതൻ. സുശ്രുതൻ ശരിയായ ഉത്തരം. ഇനി ഒരേ ഒരു കടമ്പ, ആ കടമ്പ താണ്ടിയാൽ ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ അവസരം. അതൊരു കാഴ്ചയാണ്. ആ കാഴ്ച നമുക്ക് കണ്ടാലോ? ഇതെന്ത് ഉപകരണമാണ്? ഇതെന്ത് ഉപകരണത്തിന്റെ ആദ്യ രൂപമാണ്? സംഗീതവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. ഒരു ക്ലൂ തരാം, ഞാനൊരു ക്ലൂ തരാം. ഇത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സയൻസിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒന്നിന്റെ ആദ്യത്തെ രൂപമാണ്. സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ്. അതിന് ആരാ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്? ഹൈസിന്ത് ലിനക്. പെർഫെക്റ്റ്. അതാണോ ഉത്തരമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു BP അപ്പാരറ്റസ്, സ്ഫിഗ്മോമാനോമീറ്റർ വല്ലതും ആണോ? നമുക്ക് നോക്കാം ഇതെന്താണ്, ഇന്ന് എങ്ങനെ കാണാം ഇതിനെ. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ്. ലിനക് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ സ്റ്റെതസ്കോപ്പ് ആണ് താങ്കൾ കണ്ടത്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റെതസ്കോപ്പിന്റെ രൂപം ആണ് ഒരു പുല്ലാങ്കുഴൽ പോലെ. സിദ്ധാർത്ഥ്, നമ്മൾ യജ്ഞത്തിലേക്ക് കടക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് എനിക്കൊരു 2 വരി പഴയ പാട്ട് പാടിത്തരാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. വെൽ ഡൺ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് യജ്ഞത്തിലേക്ക് കടക്കുന്നു. ഈ ഹോട്ട് സീറ്റിൽ ഉണ്ടാകുമോ? സംഗീത സാന്ദ്രമാക്കി ഈ മത്സരവേദിയെ സിദ്ധാർത്ഥ്. അറിവും സംഗീതവും തമ്മിൽ സമന്വയിപ്പിച്ച നിമിഷങ്ങൾക്ക് ശേഷം യജ്ഞഭൂമിയിലേക്ക് സിദ്ധാർത്ഥ് എന്ന മത്സരാർത്ഥി കടന്നു വരുമോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. എന്താകും സിദ്ധാർത്ഥിന്റെ തീരുമാനം? 10 നിമിഷങ്ങൾക്ക് ശേഷം നമുക്കതറിയാം. Thumbs up, Siddharth Walkin. So, സിദ്ധാർത്ഥ് എന്ത് തീരുമാനിച്ചു? മത്സരത്തിൽ തുടരാൻ തീരുമാനം. ധീരമായ തീരുമാനം. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. സിദ്ധാർത്ഥ്, അതിനു മുന്നിലുള്ള ആ ബൗളിൽ നിന്നും ഒരു വിഷയം സിദ്ധാർത്ഥിന് തിരഞ്ഞെടുക്കാം. എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു തുണ്ടെടുത്തു. നമ്മൾ പ്രവേശിക്കും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ആ മേഖലയിലേക്ക്, വിപരീത സമസ്യയിലേക്ക്. യജ്ഞം. സിദ്ധാർത്ഥ്, കൺഗ്രാറ്റുലേഷൻസ്. സിദ്ധാർത്ഥിന് ലഭിച്ച വിഷയത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് ഒരു വ്യക്തിയുടെ പേര് വിചാരിച്ചു. പക്ഷെ സിദ്ധാർത്ഥ് വിചാരിച്ച വ്യക്തിയുടെ പേര് സിദ്ധാർത്ഥിനെ വിജയവഴികളിലേക്ക് നയിക്കേണ്ട മഹാനായ ഗൈഡ്, അവർ നോബൽ ഗൈഡ് ശ്രീ VK ശ്രീരാമൻ രാമേട്ടൻ അംഗീകരിക്കുന്നു. ആ വ്യക്തി അംഗീകരിക്കപ്പെടാവുന്ന വ്യക്തിയാണോ? അംഗീകരിക്കപ്പെടാവുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് സിദ്ധാർത്ഥിന് സംശയങ്ങൾ വന്നാൽ 5 തവണ ആ സംശയത്തിന് പരിഹാരം കണ്ടെത്താൻ IT ഗൈഡ് നിമ്മി തയ്യാറാണോ? കൺഗ്രാറ്റുലേഷൻസ്. ഇറ്റ്സ് യുവർ ടേൺ ടു ചാലഞ്ച് മീ. ഓൾ ദി ബെസ്റ്റ്. സിദ്ധാർത്ഥിനോടൊപ്പം ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. റെഡി? സിദ്ധാർത്ഥ് വിചാരിച്ച വ്യക്തി പുരുഷനാണോ? അതെ. ഇന്ത്യൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? യെസ്. മലയാളി? നോ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയിലൊന്നാണ് പ്രധാന മേഖല? നോ. സ്പോർട്സ്,
സയൻസ്, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ഇതിലൊന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന മേഖല? നോ. ബന്ധുത്വം അല്ലെങ്കിൽ ഒരു സംഭവം വഴി, ഇവയിലൊന്നാണ് സാധാരണ മേഖല? ബന്ധുത്വം അല്ലെങ്കിൽ ഒരു സംഭവം വഴി? അല്ല. കുപ്രസിദ്ധി, സാഹസികൻ, സഞ്ചാരി? നോ. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണോ? ചരിത്രം അല്ല. വ്യാപാരം, വ്യവസായം, വിവാദങ്ങളിലൂടെ, കോൺട്രാവേഴ്സികളിലൂടെയുള്ള പ്രശസ്തി? അല്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രശസ്തി? ഔദ്യോഗിക രംഗം, ഇവയിലൊന്നായിരുന്നു പ്രധാന മേഖല? അതെ. 13 യൂണിഫോം ഉള്ള ഒരു ഔദ്യോഗിക മേഖലയുമായി, ഔദ്യോഗിക മേഖല തന്നെയാണോ? ക്ലിയർ ചെയ്തു പോവാം. 13 ഔദ്യോഗിക മേഖല തന്നെ. അതെ. 14 യൂണിഫോം ഉള്ള ഔദ്യോഗിക മേഖലയാണോ? ഇല്ല. അല്ല. 1980 ശേഷമാണോ മരിച്ചത്? അതെ. അതെ. ചോദ്യം 16 ദക്ഷിണേന്ത്യയാണോ? അല്ല. ചോദ്യം 17 ആദ്യത്തേത്, ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറയാവുന്ന ഏതെങ്കിലും, ഇപ്പോ നമ്മുടെ ഹീരാലാൽ ജെ കനിയ വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യൻ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് പോലെ ദ ഫസ്റ്റ് ടൈം എന്ന് പറയാവുന്ന ഒരു ഔദ്യോഗിക മേഖലയുമായി ബന്ധമുണ്ടോ? എന്ന അച്ചീവ്മെന്റ് ഉണ്ടോ അദ്ദേഹത്തിന്? ഉണ്ട്. യെസ്. ഉണ്ട് സർ, ഉണ്ട്. ഫസ്റ്റ് എവർ, ആദ്യത്തെ ആളെന്ന് പറയാം. 17 ചോദ്യങ്ങൾ അല്ലേ? ഇനി ഒരു ചോദ്യമേ ഉള്ളൂ. ഇസ് എ ബംഗാളി? യെസ്. സിദ്ധാർത്ഥ്, എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്കിനി എന്തെങ്കിലും ഒരു ഉത്തരം പറയാമെന്നേ ഉള്ളൂ. കൃത്യമായി സിദ്ധാർത്ഥ് മനസ്സിൽ വിചാരിച്ച വ്യക്തിയിലേക്ക് എത്താനുള്ള ഷാർപ്പ് പോയിന്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. മേഖലയിലേക്ക് എത്തിയപ്പോൾ തന്നെ ചോദ്യങ്ങൾ 15 14 ഒക്കെ ആയി കഴിഞ്ഞു. നിമ്മി, ഞാനിനി ഒരു വന്യമായ ഒരു ഗസ്, ഒരു ഊഹം, എന്തെങ്കിലും ഒരു പേര് പറയുക എന്നതേ ഉള്ളൂ. എൻ്റെ ഉത്തരം ശരിയാകാൻ അല്ലെങ്കിൽ ഞാൻ ജയിക്കാൻ എത്ര ശതമാനം സാധ്യതയുണ്ട്? ഗ്രാൻഡ് മാസ്റ്റർക്ക് മുന്നിൽ ഇനി ഒരു ഊഹം മാത്രമേ ബാക്കിയുള്ളൂ എന്നതുകൊണ്ടും ആ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കണം എന്നത് ബാക്കിയുള്ളത് കൊണ്ടും ഇപ്പോഴും ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. സിദ്ധാർത്ഥിൻ്റെ കൂടെ ഉണ്ട്. സിദ്ധാർത്ഥിൻ്റെ കൂടെ 100% കോൺഫിഡൻ്റ് ആണ് എല്ലാവരും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദ ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. യെസ്. So, Nemi, where is your 100%? ഈ ഔദ്യോഗികമായിട്ട് ഈ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്. പിന്നെ അദ്ദേഹത്തിന് വൈസ് ചാൻസലറാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ. അത് കഴിഞ്ഞാൽ അത്ര വലിയ പ്രത്യേകതകളൊന്നും ഉള്ള ആളല്ല. സുകുമാർ സെൻ 1899 ജനിച്ചു. 1950 മുതൽ 1958 വരെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം സുഡാനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കൂടിയായിരുന്നു. കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിലും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗണിതശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസിൽ ചേർന്നു. റിയൽട്ടേഴ്സിന്റെ 2500 റുപ്പീസിന്റെ ക്യാഷ് അവാർഡ് 25,000 നിന്ന് പാമ്പ് വിഴുങ്ങിയതാണ്. അത് ഞാനല്ല കേട്ടോ അപകടകാരി, അത് നിമിത്തം. ബട്ട് സ്റ്റിൽ വെൽ പ്ലേസ്ഡ്. സിദ്ധാർത്ഥ അശ്വമേധം പണ്ടും കാണാറുണ്ടായിരുന്നു. കൊച്ചിലെ കണ്ടിട്ടുണ്ട്. കൊച്ചിലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പങ്കെടുത്തു. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ഡ്രീം കംസ് ട്രൂ ഫോർ യു. ഉറപ്പായിട്ടും. ഒരു പാട്ട് പാടും. പാട്ടിൽ സ്വപ്നമോ എന്തെങ്കിലും വേണം. കിനാവ്, ഒരു മധുരക്കിനാവിന്റെ ക്ഷീണം കൂടി നമുക്ക് മറക്കാം. ഒരു മധുരക്കിനാവിന്റെ ലഹരി ഒരു പാട്ട് പാടും. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവാൽ നീയും തേൻ വണ്ടു ഞാൻ മലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവാൽ നീയും തേൻ വണ്ടു ഞാൻ. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ ചോദ്യം. സുകുമാർ സെൻ കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായ രണ്ടാമൻ ആര്?